പിന്നെ ചിലവരൊക്കെ പറയും ഗ്യാസുമ്മൽ വെച്ചാൽ ഗ്യാസ് കൂടുതലാണ് മൺചട്ടി വെച്ചാൽ. അതൊന്നും ഇല്ല കേട്ടോ. ഞാൻ സ്ഥിരം എന്ന് പറഞ്ഞാൽ ഗ്യാസുമ്മൽ തന്നെയാണ് എൻ്റെ മൺചട്ടിയൊക്കെ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് മോരാണ്. നല്ല പുളിയുള്ള മോര് ഇട്ടാൽ മതി. എന്നുണ്ടെങ്കിൽ 3-4 മുട്ട എടുത്താൽ മതി. ഞാനിത് കുറച്ച് ലൂസാക്കിയിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. ഇന്ന് ഞാൻ ഇവിടെ കുറച്ച് ടിപ്സുകൾ പറഞ്ഞു തരാനാണ് പോണത്. ഇപ്പം ഞാൻ വെളുത്തുള്ളിയും വലിയ ഉള്ളിയൊക്കെ തൊലിക്കണം. ഇന്ന് 2-3 വീതം വീഡിയോകൾ എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള പരിപാടിയാണ്. പിന്നെ കുറച്ച് തോനെ ബീട്രൂട്ടും ചേമ്പും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കിയാണ്ട് ഫ്രീസറിൽ വെക്കണം ചേമ്പ്. അപ്പോൾ ഇന്ന് കുറച്ച് കറി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ കൂടി വേണ്ടിയിട്ടുള്ള ഇതാണ് ചെയ്യുന്നത്. ബീട്രൂട്ട് അതുപോലെ വേവിച്ചിട്ട് നമ്മൾ കോട്ടയത്തേക്ക് പോകാനുള്ള പരിപാടിയുണ്ട്. അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ കുറച്ച് ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടുപോയാൽ ജ്യൂസായിട്ട് തന്നെ കുടിക്കണം എന്നില്ല. ബ്രെഡിൽ തേച്ചിട്ട് ജാമിൻ്റെ കൂടെ അതേമാതിരി നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഫ്രഷ് ക്രീം ചെയ്യൂലേ, അതിൽ കൂടെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പണികളൊക്കെയാണ് ഇന്നുള്ളത്. പിന്നെ ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ആയാൽ ഇവിടെ പായസം വെക്കണം. അപ്പോൾ പായസം ഉണ്ടാക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ്. അപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്യുകയാണെങ്കിലും പിന്നെ ആദ്യം തന്നെ ഉള്ള സാധനങ്ങളൊക്കെ തൊലിച്ചിട്ട് ഒന്നാകെ കഴുകിയെടുക്കുക ചെയ്യുക. എന്നാൽ പെട്ടെന്ന് നമുക്ക് വേണം ജോലി ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്നൊക്കെ കറി ഉണ്ടാക്കണം, അതേപോലെ തന്നെ പായസം വെക്കണം, 2-3 വീഡിയോ എടുക്കണമെന്ന് നല്ല തിരക്കുള്ളൊരു ദിവസമാണ്. ഇപ്പോൾ 2-3 വീഡിയോ എടുത്ത് വെക്കാഞ്ഞാൽ ഇനിയിപ്പോൾ കോട്ടയത്തൊക്കെ പോയി ഞങ്ങൾ സെറ്റാവാതെ അടുത്ത വീഡിയോകളൊന്നും ഇടാൻ പറ്റൂല. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇപ്പോൾ വീഡിയോ നമ്മൾ സ്ഥിരം ഇടുന്നവർ ഇടാതെ നിന്നിട്ടുണ്ടെന്ന് വെച്ചാൽ വ്യൂസ് ഒക്കെ പറ്റ കുറഞ്ഞ് വന്ന് ഒരു പ്രാവശ്യം തന്നെ എനിക്കങ്ങനെ സംഭവിക്കുന്നു. മരുവള പ്രസവവും കാര്യങ്ങളൊക്കെ നമ്മൾ ഹോസ്പിറ്റൽ പോക്ക് അങ്ങനെയൊക്കെ ആയ സമയത്ത് വീഡിയോ ഇടാൻ പറ്റാതെ അതിൻ്റെ കുറച്ച് ദിവസം മുന്നേ തന്നെ എനിക്ക് പല കാര്യങ്ങളും വീഡിയോ ഇടാൻ പറ്റാത്തതുകൊണ്ട് വ്യൂസ് പറ്റിനെ കുറഞ്ഞിരുന്നു. അപ്പോൾ അതിനൊക്കെ കൂടി വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ വേണമല്ലോ. അപ്പോൾ ഒന്ന് ഒരു ദിവസം തന്നെ മെനക്കെട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആണ് ഇന്നിപ്പോൾ ഇത്രയും വീഡിയോകളൊക്കെ എടുത്ത്. അപ്പോൾ പോകുമ്പോഴേക്കും കുറച്ച് വീഡിയോകൾ എടുക്കണം. അതിൻ്റെ ഇടയിൽ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ റെഡിയാക്കുന്നുണ്ട്. എല്ലാം കൂടി ഇനി ഏതായാലും ഈ കുറച്ച് ദിവസം ഒരു തിരക്ക് പിടിച്ച ദിവസമായിരിക്കും. അതിൻ്റെ ഇടയിൽ അംഗൻവാടി പറയും, ആദ്യമൊക്കെ ഞങ്ങൾ ബാലവാടി എന്നും പറയും. അപ്പോൾ അവിടേക്കുള്ള വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ അവർ പറഞ്ഞിരുന്നു ചിലപ്പോൾ നിങ്ങളോട് ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരോട് 19-ാം തീയതിക്കൊക്കെ കോട്ടയത്ത് പോകണമെന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഉണ്ടാക്കി കണ്ട് തരാം. അത് അവർക്ക് അതിൻ്റെ ടെസ്റ്റ് ചെയ്യുന്ന ആൾ എന്തോ ഓഫീസറോ എന്തോ ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഉള്ളത് ഒതുക്കുങ്ങലാണെന്നാണ്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഞങ്ങൾ എത്തിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഇടയിൽ എപ്പോഴാണ് അവർ വിളിക്കുകയെന്ന് അറിയില്ല. അവർ വിളിക്കുമ്പോൾ അവർക്കുള്ള റെസിപ്പി ഉണ്ടാക്കി കൊടുക്കാണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇപ്പോൾ ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത് എടുക്കട്ടെ. അപ്പോൾ ഇത് കംപ്ലീറ്റും ക്ലിയർ ആക്കലൊക്കെ കഴിഞ്ഞു. ഇത് ഞാൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ചേമ്പും ചെറുതാക്കി മുറിച്ച ചേമ്പും കറുമത്തിയാണിത്. അപ്പോൾ അത് ഇവിടെ എടുത്ത് ബാക്കിയുള്ള ചേമ്പ് ഞാൻ ഇതേപോലെ ഒരു ബോക്സിലാക്കിയിട്ടുണ്ട്. കഴുകി കണ്ട് ഉണങ്ങിയ തുണിയിലിട്ട്
തുടച്ചെടുത്തതാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ ഇങ്ങനെ ഒരു കവറ് കയ്യിലിട്ടിട്ട് നല്ലവണ്ണം ഇങ്ങനെയാണ് ചേമ്പ് കഴുകിയെടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ചൊറി വരുമല്ലോ അത് വിചാരിച്ചിട്ട്. അപ്പം ഇനി ഇതിങ്ങനെ ഫീസർക്കാണ് വെച്ച് കൊടുക്കുന്നത്. കാരണം വെച്ചാൽ 2 ദിവസം കൊണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി. ഇപ്പം ഞാൻ 2 ദിവസം കൊണ്ടൊന്നും എടുക്കൂല, അപ്പോൾ ഫീസർക്കാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പം ഇനി ഇതേമാതിരി ബീട്രൂട്ടും ഈ പഞ്ചസാര കൊണ്ടുവന്നിട്ട് വേണം, അത് ഈ ജ്യൂസൊക്കെ കൂടുതൽ പഞ്ചസാര ആവശ്യമുണ്ട്. അപ്പോൾ ഇത് ഞാനൊരു കവറിലാക്കിയിട്ട് ഇതുകൊണ്ട് എടുത്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ക്ലിയർ ആക്കലൊക്കെ പെട്ടെന്ന് കഴിയും. ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ജോലിയും തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്ത് തീർക്കാം. അതായത് ചെറിയ ബീട്രൂട്ടാണ്. കാക്ക ഇവിടെ പുറത്ത് പോയപ്പോൾ ഇങ്ങനെ ചേമ്പും ബീട്രൂട്ടും കൂടി ഒരു കീസിയിൽ വിൽക്കണുണ്ടായിരുന്നു, രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചു കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇത് പിടിച്ചേക്ക് വെക്കുകയാണ്. അപ്പോൾ പായസം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കരണ്ടക്കും വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പാട്ടിൽ ആവട്ടെ. അപ്പോഴൊക്കെ ഞാൻ തേങ്ങ പൊട്ടിക്കണം. ചിരകണില്ലെന്ന്, ഞാൻ ചിരകണിലും അതിൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന പരിപാടിയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ വെച്ച വെള്ളം കൊണ്ട് ആദ്യം കറി വെക്കാമെന്ന് വിചാരിച്ചു. കറി ഒന്ന് വിസിലടിച്ച് വരുമ്പോഴേക്കും നമ്മളെ തേങ്ങ ഇവിടെ റെഡിയാവും. അപ്പോഴേക്കും വിസിൽ തുറന്ന് സമയമാകുമ്പോൾ കറി റെഡി ആയിട്ടുണ്ടാവും. ഞാനിതിങ്ങനെ പൊടിയായിട്ട് അരിയാണ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ആയിട്ട് നമുക്ക് പെട്ടെന്ന് അരച്ചെടുക്കാൻ പറ്റും. ഞാൻ അധികമൊന്നും ഇങ്ങനെ ചെയ്യാൻ കേട്ടോ, ചെരട്ടിക്കാണ്ടേനാണ് ചെയ്യുക. ഇന്നിപ്പോൾ ഭയങ്കര കയ്യിന് വേദന, എന്തൊക്കെയോ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായപ്പോൾ ആണ് ഇങ്ങനെ ചെയ്യുന്നത്. എപ്പോഴും ചെരണ്ടിയെടുക്കുന്നതാണ് കേട്ടോ ബെറ്റർ. കാരണം വെച്ചാൽ നമ്മൾ ചെരണ്ടിയെടുക്കണ ഇത്രക്കും കറക്കൊന്നും നമ്മളെ തേങ്ങയിൽ ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് ചെരണ്ടിയെടുത്തുണ്ടാക്കുന്നത്. ഇതിങ്ങനെ നമുക്ക് ഒരേ റൗണ്ടായി കിട്ടിയ കാരണം പെട്ടെന്ന് പരിപാടി കഴിയും. കണ്ട ഇതിങ്ങനെ ഇത് തിളച്ച് വരുന്നേ ഉള്ളൂ. ഉപ്പൊന്നും ഇട്ടിട്ടില്ല, അതൊന്ന് മൂടി കൊടുക്കണം. ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോഴേക്കും കറിക്കുള്ളത് ഒന്ന് വിസിലടിച്ചിട്ട് ഈ അടുപ്പത്ത് നമുക്ക് പായസത്തിന് നോക്കാം. ഞാനിപ്പോ ഇങ്ങനെ ചെയ്യണ നമ്മള് ഒരു പ്രാവശ്യം തീ ഓണാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യാതെ അടുത്തടുത്ത പരിപാടി ചെയ്യണട്ടോ. അപ്പോഴേ നമുക്ക് ഗ്യാസ് കറണ്ടിന് ലാഭം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ കറണ്ടിന് നല്ല പൈസ ആവും. ഇടയ്ക്കിടയ്ക്ക് കറണ്ട് അടുപ്പ് ഓണാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കറണ്ട് ചാർജ് കൂടെ ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ ഇതൊരു മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്, കുക്കറിന്ന് ഒഴിച്ചിട്ട്. അപ്പോൾ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം, മഞ്ഞളിട്ട് കൊടുക്കണം. ഉപ്പൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. മഞ്ഞളിട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം തിളക്കട്ടെ. അതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ അരപ്പൊക്കെ ഒഴിച്ച് കൊടുക്കാം.
അപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിൽ ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി ഇതിലേക്ക് തേങ്ങ ഒഴിച്ച് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് മോരാണ്. നല്ല പുളിയുള്ള മോര് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഈ കറി നിങ്ങൾ വെച്ച് ആരും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റായിട്ടുള്ള കറിയാണത്. നല്ല പുളിയും എരിവും ഒക്കെ ഉണ്ട്. ചെറിയ മുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അരച്ച് കൊടുക്കുക. ഉപ്പും എരിവും ഇങ്ങൾക്കനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇത് നല്ലവണ്ണം തിളക്കണം. ഈ പച്ചമുളക് ഇതിലിട്ട് കൊടുക്കുന്നതിന് അതിൽ തേങ്ങയിലൂടെ അരച്ചാൽ മതി. ഞാനത് ഓർമ്മയില്ലാതെ ഇട്ട് കൊടുത്തതാട്ടോ. അതായിരിക്കും ഒന്നും കൂടി ടേസ്റ്റ്. എന്നാൽ പച്ചമുളകൊന്നും ഇങ്ങനെ കാണില്ല. അല്ല കറിയിൽ കഷ്ണങ്ങളൊന്നും ഇല്ലാതെ കെടുക്കും ചെയ്യും. അപ്പോൾ ഈ തക്കാളിക്കൊക്കെ വിലയുള്ള സമയത്തേ ഇങ്ങനെയൊക്കെ ഒന്ന് കറി വെച്ചാൽ മതി. നല്ല ടേസ്റ്റും ഉണ്ടാവും. നല്ല പുളിങ്കറി പോലെ ഉണ്ടാവും ചെയ്യും. ഇതൊന്ന് തിളച്ച് വരണം. അതിലേക്കൊന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ ഇത് നിങ്ങൾ ഞാനൊരു വിസിൽ അടുപ്പിച്ചിട്ടാണ് എടുത്തത്. ആ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പും മഞ്ഞളും ചേർത്ത് കൊടുക്കാം. അതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല എന്ന് ഉള്ളൂ. അപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട്. ഇത്ര തിളച്ചാൽ മതിയല്ലോ. അപ്പോൾ അത് അടുപ്പത്തിരുന്ന് തിളച്ചോളൂ. ഇനി ഇതൊന്ന് നമുക്ക് വാങ്ങി വെക്കാം. അപ്പോൾ തിളച്ച് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് താളിച്ചെടുക്കണതാണ് നല്ലത്. അപ്പോൾ ഈ സമയത്ത് എൻ്റെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ പായസത്തിലേക്കുള്ള ഇതൊന്ന് താളിച്ചെടുക്കണം ആദ്യം. മൺചട്ടി ആകുമ്പോൾ ഇങ്ങനൊരു ഉപകാരം കൂടി ഉണ്ട്. ഇപ്പോൾ കണ്ടാൽ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമുക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല. ഈ സൈഡിലൊക്കെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മൺചട്ടി ആയാൽ കുറേ സമയം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. ചൂടും നിലനിൽക്കും. പിന്നെ ചിലവരൊക്കെ പറയും ഗ്യാസുമ്മൽ വെച്ചാൽ ഗ്യാസ് കൂടുതലാണ് മൺചട്ടി വെച്ചാൽ. അതൊന്നും ഇല്ല കേട്ടോ. ഞാൻ സ്ഥിരം എന്ന് പറഞ്ഞാൽ ഗ്യാസുമ്മ തന്നെയാണ് എൻ്റെ മൺചട്ടിയൊക്കെ യൂസ് ചെയ്യാറുള്ളത്. നെയ്യ് ഒഴിച്ച് കൊടുക്കട്ടെ. ഇനി ഇതിലേക്ക് പൊടിയായിട്ട് കൊത്തിയ തേങ്ങ ഇട്ട് കൊടുക്കണം. അതൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കട്ടെ. ഞാൻ ആ വീഡിയോ ഒന്നും കുറേ പ്രാവശ്യൻ്റെ ഇത് പായസത്തിൻ്റെ വീഡിയോ ചില ഇതിലൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. ഞാൻ വീഡിയോകൾ എടുക്കുന്ന സമയത്ത് പായസം ഒരുവിധം വെള്ളിയാഴ്ചകളൊക്കെ ഇവിടെ പായസം വേണം. എന്തിയാ ഞാൻ പിന്നെ അടുപ്പത്താണല്ലമ്മ. എന്താണ് അടുപ്പത്ത് പായസം വെക്കും. അത് വെച്ചല്ല. ആയിക്കോട്ടെ. അപ്പം ഇമ്മ അവിടുന്ന് ഉമ്മാൻ്റെ അടുത്ത് കാലിട്ടീനുണ്ടായിരുന്നു. അമ്മ പറഞ്ഞില്ല കോട്ടയത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് കാലിട്ടീന്ന് കൊണ്ടുപോകാൻ ഉണ്ടോയെന്ന് ചോദിച്ചിരുന്നു. എന്നുവെച്ചാൽ നമുക്ക് പഴയ ടിന്ന് മതി. കേടുന്ന ടിന്ന് കൊണ്ടുപോകാൻ വിചാരിച്ചിട്ടാണ്. കാരണം അത് കഴിഞ്ഞാണ്ട് അവിടെ തന്നെ നമുക്ക് ഒഴിവാക്കിയിട്ട് പോരാലോ. അപ്പോൾ പായസം താളിച്ചെടുത്തു. ഇനി നമുക്ക് കറിയാണ് താളിച്ചെടുക്കാനുള്ളത്. കടുക്, കരിവേപ്പിൻ്റെ ഇല, വറ്റൽമുളക്, തീ ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ താളിക്കലും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ കറി നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളെ പായസവും കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇത് മധുരക്കിഴങ്ങാണ്. അപ്പോൾ ഈ മധുരക്കിഴങ്ങ് വെച്ചിട്ട് നമുക്ക് നല്ലൊരു വെറൈറ്റി ഡിഷ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് നമുക്കിത് നല്ല വെള്ളം ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടി ഞാൻ കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെള്ളം വെച്ച് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അത് അപ്പോൾ ഒന്ന് നല്ല വെള്ളം വേവിച്ചെടുക്കണം. 2 വിസിൽ ഒന്ന് വരുന്നത് വരെ വേവിച്ചെടുക്കാം. കേൾക്കുന്നുണ്ടാവും. ഒരു വിസിൽ അടിച്ചിട്ടപ്പോൾ ഒരു വിസിലും കൂടി അടിച്ചിട്ട് നമുക്കത് ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഇല്ലെങ്കിൽ ഇടത്തരം ഉള്ളിയാണെങ്കിൽ 2 ഉള്ളി. അതൊക്കെ എന്നിട്ട് ചില ഉണ്ടക്കിഴങ്ങ് നല്ല പൊടി ഉണ്ടാവും. അപ്പോൾ ഒരു വിസിൽ തന്നെ മതിയാവും. അതിന് പൊടി കുറവുള്ളതാണെങ്കിൽ 2-3 വിസിൽ അടുപ്പിക്കേണ്ടി വരും. പിന്നെ ഉള്ളി പച്ചമുളകൊക്കെ വാട്ടി കൊടുത്ത സമയത്ത് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കാൻ മറന്നുപോയി. ഞാൻ അരിഞ്ഞ് വെച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ മറന്നു പോയതാണ്. അങ്ങനെ അത് കംപ്ലീറ്റ് നിറച്ചെടുക്കണം. നിങ്ങൾക്ക് മുട്ടിയിൽ തന്നെ മുക്കിക്കാണ്ട് പൊരിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ 3-4 മുട്ട എടുത്താൽ മതി. ഞാനിത് കുറച്ച് ലൂസാക്കിയിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. നമ്മൾ ഓരോന്നും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല മുരിച്ചെടുത്തതാണ്. ഇത്ര മുരിഞ്ഞാൽ മതി വിചാരിച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ 2 വിധത്തിലും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് കുറേശ്ശെ മുരിച്ചതും ഇത് നല്ലോണം മുരിഞ്ഞെടുത്തതുമാണ്. ഞാൻ എരിവുള്ള ഒരു ഡോണറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് വ്യത്യസ്തമായിട്ടുള്ള, അപ്പോൾ സാധാരണ ചിക്കൻ അരച്ചിട്ടും അങ്ങനെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് ഞാൻ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഒരു 150 ഗ്രാം ബീഫുണ്ട്. എല്ലില്ലാത്ത കുറേശ്ശെ നെയ്യുള്ള ഭാഗങ്ങളുണ്ട് കേട്ടോ. അതേപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. കൊടുക്കാം. ഉപ്പ് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. എത്ര വേണ്ട വെച്ചാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. നല്ല വെണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് ബർഗറിൻ്റെ ഉള്ളിൽ വെക്കാനായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന മയോണീസ് ചേർത്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. വീട്ടിൽ ബ്രെഡ് പൊടിച്ചെടുക്കാറുള്ള ചെയ്തത്. ഒരു കേക്ക് ഉണ്ടാക്കിയിരുന്നു ഞാൻ, ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ പോലെ. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് വെച്ചതായിരുന്നു. അത് പൊടിച്ചെടുത്തതാണിത്. പിന്നെ നെയ്യിൻ്റെ ഭാഗം ഉണ്ടായ ഏറ്റവും നല്ലതാണ്. നെയ്യിൻ്റെ ഭാഗമാണ് വേണ്ടത്. ചിക്കനൊക്കെ ആവുമ്പോഴും ഇതിലേറെ കുറച്ചും കൂടി സോഫ്റ്റായിട്ട് കിട്ടും. പക്ഷെ പാടൊന്നും ഇല്ലാത്ത ഭാഗം എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ചിക്കൻ ആവുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ആ പ്രശ്നം വരില്ല. ഇത് ബീഫ് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഓരോ പീസും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എണ്ണ ഞാൻ ഇതിൻ്റെ മുന്നേ ഞാൻ പറഞ്ഞല്ലോ ഒരു ഉപ്പ് നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതായിരുന്നു. അപ്പോൾ ആ എണ്ണയാണത്. ഒരു 3 വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതുമാതിരി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതും പൊടിയാക്കി അരിഞ്ഞതാണ്. 1/4 ടീസ്പൂൺ കോൺഫ്ലവർ 2 കൈത്ത വെള്ളത്തിൽ കലക്കിയതാണ്. അത് കൂടുതൽ വേവാനൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതിൽ ഇട്ടുകാണ്ട് താകുമ്പോൾ ഒന്ന് കബാബ് ചിക്കനോ അല്ലെങ്കിൽ ചിക്കനല്ല കബാബ് ബീഫെന്നോ അല്ലെങ്കിൽ നോളറ്റെന്നോ പിന്നെ എരിവുള്ള ഇത് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനെ പേരിട്ട് വിളിക്കാം. ഇതിന് പ്രത്യേകിച്ച് ഒരു പേരൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ബോൾസ് എന്നോ ചിക്കൻ ബോൾസ് എന്നോ ബീഫ് ബോൾസ് എന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിൽക്കാം. ഞാൻ അധികം ചിക്കനോട്
ഇപ്പോൾ കുറച്ചായിട്ട് ഉണ്ടാക്കല് എന്നുവെച്ചാൽ നമ്മൾ ഇവിടെ ഉള്ള ഡ്രൈവർക്ക് ബീഫ് അങ്ങനെ ഇഷ്ടമല്ല. അപ്പം അതുകൊണ്ട് 2 വിധം ഉണ്ടാക്കട്ടെ വിചാരിച്ചിട്ട് ചിക്കൻ അടപ്പ് ഉണ്ടാക്കല്. അപ്പോൾ എപ്പോഴും ബീഫ് കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ചിക്കൻ എന്ന് പറയണത് അതുകൊണ്ടാണ്. അപ്പം നമ്മളെ 2 ഐറ്റം ഇപ്പം ഇന്നിവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ കറി 3 ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഇനി 1 ഐറ്റം കൂടി എനിക്ക് ഉണ്ടാക്കിയെടുക്കാണ്ട്. ഇപ്പോൾ ഉച്ച ആയിട്ടുണ്ട്. ഇനി ആ ഐറ്റം ഉച്ചൻ്റെ ശേഷം ഉണ്ടാക്കിയെടുക്കാൻ വിചാരിച്ചിട്ടുണ്ട്. ഇപ്പം ഈ 3 വീഡിയോ എടുത്തപ്പോഴേക്കും 12:30 മണിയായിട്ടുണ്ട്. ഉച്ചക്ക് 9 മണിക്ക് തുടങ്ങിയതാണ്. അപ്പോൾ വീഡിയോ എടുക്കാകുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ കുറച്ച് സമയം ഉണ്ടാവും. അപ്പം ഇന്ന് ഇങ്ങനെ 3 വീഡിയോ റെഡി ആയിട്ടുണ്ട്. ഇനി 1 വീഡിയോയും കൂടി എടുക്കാണ്ട് അത് ഉച്ചൻ്റെ ശേഷം എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഉണ്ടക്കിഴങ്ങ് ഞാൻ കുക്കറിലിട്ട് വേവിച്ച് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്തതാണ്. അതിലേക്ക് ഞാനൊരു ബ്രെഡിൻ്റെ പീസും കൂടി എടുക്കുന്നുണ്ട്. ഈ അടുപ്പിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്, പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ഇത് റോളാക്കി എടുക്കും വേണം. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോ ബോൾസ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതിലേക്ക് 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളെ ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.